എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടി എടുത്തിരുന്ന ഷെയറുകളാണിത്. ഇന്ന് മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഡൗൺ ആയിരുന്നല്ലോ. HDFC ബാങ്കിൻ്റെ റിസൾട്ട് വലിയ മെച്ചമല്ലാത്തതായതുകൊണ്ട് ഇൻഡെക്സിലെ ഏറ്റവും വെയിറ്റേജ് ഉള്ള ബാങ്കാണത് HDFC ബാങ്ക്. അപ്പോൾ അത് ഡൗൺ ട്രെൻഡ് പോയപ്പോൾ ബാങ്കിങ് സെക്ടർ ഫുള്ള് താഴെ പോയി, നല്ല രീതിയിൽ പോയി. 2000 പോയിൻ്റ് ബാങ്ക് ഇൻഡെക്സ് പോയി. അതിൻ്റെ പുറകെ ബാക്കിയുള്ള ഇൻഡെക്സുകളും താഴെ പോയി. അപ്പോൾ ഓപ്പണിങ്ങിലെ നിഫ്റ്റി ഒരു 360 പോയിൻ്റ് ഡൗണിലാണ്. അപ്പോൾ നമുക്ക് നോർമൽ ചാൻസ് കിട്ടാൻ തീരെ സാധ്യത കുറവാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ ഷെയറും ഓൾറെഡി ഓപ്പണിങ് ഡൗണിൽ തന്നെയായിരിക്കും. അപ്പോൾ ഡൗണിൽ ഓപ്പണായാൽ നമുക്ക് ചാൻസ് കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡൗണിലായാൽ തന്നെ ഓപ്പണിങ് വന്നിട്ട് തിരിച്ച് കയറി വന്ന് ഏതെങ്കിലും ഷെയറുകൾ ചാൻസ് തന്നെങ്കിൽ ലെവലിൻ്റെ മുകളിൽ വന്ന് തിരിച്ചിറങ്ങുന്ന സമയത്ത് ചാൻസ് എടുക്കുക. പക്ഷേ എങ്കിൽ റിസ്ക് കൂടുതലാണ്. നോർമൽ ഈ ഡൗൺ ട്രെൻഡിൽ പോകുമ്പോൾ ഡൗണിൽ ഓപ്പണായി കഴിയുമ്പോൾ ആൾക്കാർ ഈ ഷെയറുകളൊക്കെ താഴെ കൊണ്ട് ഷോർട്ട് ചെയ്യും. അപ്പോൾ അന്നത്തെ ദിവസം അതുപോലുള്ള ഷെയറുകൾ ഫുൾ അപ്പ് ട്രെൻഡിലോട്ടായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് ഡൗണിലായിരിക്കും, പക്ഷേങ്കിൽ ഷെയറുകൾ അപ്പ് ട്രെൻഡിൽ പോകും. അപ്പം നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഹെവി ഡൗണായിട്ട് ഒരു 10-200 പോയിൻ്റൊക്കെ ഡൗണായിട്ട് മാർക്കറ്റ് ഓപ്പൺ ആകുമ്പം സൂക്ഷിച്ച് മാത്രമേ ചെയ്യാവൂ. നമുക്കാണ് ഇന്നൊരു 6-7 ഷെയർ, നമ്മൾ 19 ഷെയറായി എടുത്തിരുന്നത്. അതിലൊരു 6-7 ഷെയറിന് ചാൻസ് തന്നു. ഓപ്പണിങ്ങിൽ പെട്ടെന്ന് കിട്ടിയില്ലെങ്കിലും പിന്നെ അതിന് ശേഷമാണ് കിട്ടിയത്. മാർക്കറ്റ് BSE ഏകദേശം 1600 പോയിൻ്റ് ഡൗണ്, NSE 360 പോയിൻ്റ് ഡൗണ്. ഇത്രയും ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ആകുന്നത്. അതാണ് നമുക്ക് പ്രോബ്ലം. എന്നിരുന്നാലും നമുക്ക് പിന്നീട് നല്ല ചാൻസുകൾ തന്നിട്ടുണ്ടായിരുന്നു. ഞാനും ട്രേഡ് കുറച്ചേ എടുത്തിട്ടുള്ളൂ, പക്ഷേ നല്ല പ്രോഫിറ്റ് കിട്ടി. അപ്പം നമുക്ക് ഈ 3 ഷെയർ ആവറേജ് വന്നിട്ട് ആവറേജ് വന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ ചാൻസ് തരുന്ന 3 ഷെയറുകളുണ്ടായിരുന്നു. ഈ 3 ഷെയറിൽ ഈ PNB ഹൗസിംഗ് എന്ന് പറയുന്ന ഷെയർ മാത്രം നമുക്ക് ചാൻസ് ഒന്നും. മറ്റേ 2 ഷെയറുകളും റേഞ്ചിൽ നിന്ന് മുകളിലോട്ടാണ് പോയത്. ആസ്റ്റർഡിയമും മുകളിൽ തന്നെയായിരുന്നു, RVNL മുകളിൽ തന്നെയായിരുന്നു. ഇടയ്ക്ക് കുറച്ചിറങ്ങിയെങ്കിലും പിന്നീട് അത് പെട്ടെന്ന് കയറിപ്പോയിരുന്നു. അപ്പോൾ നമ്മൾ അതിനകത്ത് നമുക്ക് അന്നേരം അറിയാം ഷോർട്ട് കവറിങ്ങിൽ ചിലപ്പോൾ കയറാൻ ചാൻസ്. അത് വൺ സൈഡ് കയറ്റം തന്നെയായിരുന്നു ഷെയറുകളെല്ലാം. അപ്പോൾ PNB ഹൗസിംഗ് നമുക്ക് നോക്കാം. PNB ഹൗസിങ് ഓപ്പണിംഗ് എല്ലാം ഡൗൺ. അതിൻ്റെ കണ്ടില്ലേ, നല്ല ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം അത് തിരിച്ച് കയറി. PNBയുടെ ആവറേജ് 855 കണ്ടില്ലേ, 857 വരെ വന്നു, 58 വരെ വന്നു. നമ്മൾ 855 താഴോട്ട് പോകുമ്പോൾ 854 ആ റേഞ്ചിലൊക്കെ എൻട്രി എടുത്താൽ 825 ഏകദേശം 29 രൂപയ്ക്കടുത്ത് പ്രോഫിറ്റ് അത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് നമുക്ക് ചാൻസ് തന്ന ഷെയർ ഇതെല്ലാം നമുക്ക് ഓപ്പണിങ്ങിന് അത്ര ചാൻസ് കിട്ടില്ല. അതിന് ശേഷമാണ് ഡൗൺ ട്രെൻഡ് ആയതുകൊണ്ട് പിന്നീട് കയറി വന്നതിന് ശേഷമാണ് നമുക്ക് ചാൻസ് തരുന്നത്. CGCL അപ്പിൽ ഓപ്പണായി നേരെ കയറിപ്പോയി. R2 മുകളിൽ പോയി. നമ്മളിവിടെ 1040 റേഞ്ചിൽ ഒരു എൻട്രി എടുത്താൽ 1032 വരുന്നുണ്ട്. പിന്നീട് വീണ്ടും തിരിച്ച് ആ മുകളിൽ പോയി. അതിനുശേഷം വീണ്ടും ഇറങ്ങി. പക്ഷേ നമ്മൾ ഈ ഹൈ 48 എന്ന് പറയുമ്പോൾ നമ്മളൊരു 50 രൂപയുടെ മുകളിലോട്ട് സ്റ്റോപ്പ് ലോസ്. ഇവിടെ ഒരു 40 റേഞ്ചിൽ ഒരു എൻട്രി എടുത്താൽ ഇതിൻ്റെ 38.83. അപ്പം 38 റേഞ്ചിൽ എടുക്കാൻ പറ്റത്തുള്ളൂ. 38 റേഞ്ചിൽ നമ്മൾ എൻട്രി എടുത്താൽ 10 രൂപയുടെ റിസ്ക് വെച്ചിട്ട് വേണം നമ്മൾ ട്രേഡ് എടുക്കാൻ. അപ്പോൾ ഇതിന് മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടും. പക്ഷേ അത് 10 രൂപയ്ക്ക് അടുത്ത് ഇറങ്ങിയിട്ട് തിരിച്ച് വീണ്ടും കയറി. പക്ഷേ ഹൈ അടിച്ചില്ല. തിരിച്ച് വീണ്ടും R2 താഴോട്ട് ഇറങ്ങിപ്പോയി. നോക്കിയാൽ അവിടുന്ന് വൺ സൈഡ് മൂവ്മെൻറ്റാണ് താഴോട്ട്. 1038 എന്ന് ഏകദേശം 985. അപ്പം ഏകദേശം 53-54 രൂപ പ്രോഫിറ്റ് ഇതിനകത്തും കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അതുൽ ഓട്ടോ അതിലോട്ട് ഓപ്പണിങ്
കുറച്ച് ഡൗണ്, അതിനുശേഷം കയറി വന്നു, പ്രീവിയസ് ഡേ ഹൈ കട്ട് ചെയ്തു, കറക്റ്റ് R1 അടിച്ചിട്ടിറങ്ങി. R1 610 അടിച്ചിട്ടിറങ്ങി. നമ്മൾ ആ റേഞ്ചിൽ ഒരു എൻട്രി എടുത്താൽ 608 609 റേഞ്ചിലൊക്കെ എൻട്രി എടുത്താൽ 583 ഏകദേശം 25 രൂപയ്ക്കടുത്ത് പ്രോഫിറ്റ് വരുന്നുണ്ട്. വീണ്ടും അത് തിരിച്ച് 605 സംതിങ് വരുന്നുണ്ട്. പക്ഷേ 605 വന്നിട്ട് വീണ്ടും അത് തിരിച്ചിറങ്ങി 584 റേഞ്ചിൽ പോയി. നമുക്കപ്പം ഇതിന് മുകളിൽ പോയാൽ നമ്മൾ എൻട്രി എടുക്കത്തില്ല. അതല്ലെങ്കിൽ നമുക്ക് ചാൻസ് ഉള്ള ഇവിടെ മാത്രമേ ഉള്ളൂ. 592 93 എടുത്താൽ നമുക്ക് 6-7 രൂപ വീണ്ടും പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതിനുശേഷം അടുത്ത ഷെയർ MOIL എന്ന് പറയുന്ന ഷെയർ, അത് ഫ്ലാറ്റായിട്ട് ഓപ്പണായി നേരെ പോയി പ്രീവിയസ് ഡേ ഹൈ അടിച്ചു ഇറങ്ങി. 340 അതിൻ്റെ പ്രീവിയസ് ഡേ ഹൈ എന്ന് പറയുന്നത് 340. 40 താഴോട്ട് 339 റേഞ്ച് എടുത്താൽ 328, 10 അരമണിക്കൂർ തന്നെ കിട്ടുന്നുണ്ട്. വീണ്ടും ആവറേജ് വരും, വീണ്ടും താഴെ 325 24 റേഞ്ച് വരെ പോകുന്നുണ്ട്. അപ്പോൾ അതിലും 10-15 രൂപയുടെ മുകളിൽ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. അതിനുശേഷം ജാഷ് എന്ന് പറയുന്നത്, ജാഷ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഷെയർ, അത് പക്ഷേ വോളിയം കുറവുള്ള ഷെയർ. അപ്പോൾ അതിനകത്ത് അധികം ക്വാണ്ടിറ്റി എടുക്കാൻ പറ്റത്തില്ല, എന്നാലും നമുക്ക് ചാൻസ് നല്ല രീതിയിൽ തരുന്നുണ്ട്. ഓപ്പണിങ്ങിൽ ഹൈയിൽ കുറച്ച് ഹൈ ഓപ്പണിംഗ് ആയി, അവിടുന്ന് ഇത് കണ്ടില്ലേ, ഇത് മാറ്റുമ്പോൾ കാണാം ഇവിടം വരെ നോക്കണം, ഈ റേഞ്ച് R1 വരുന്നില്ല, അതിനിടയ്ക്കായിട്ടാണ് അത് ട്രേഡ് ആകുന്നത്. അപ്പോൾ നമുക്കിവിടെ നമുക്ക് R1 വന്നില്ല എങ്കിൽ പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ വരുമ്പോൾ എൻട്രി ചെയ്യാം. നമുക്കിവിടെ 1765 66 ഒക്കെ റേഞ്ചിൽ നിന്ന് എൻട്രി എടുത്താൽ നമുക്ക് അരമണിക്കൂറിനുള്ളിൽ തന്നെ ഏകദേശം 70-80 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് തരുന്നുണ്ട്. പിന്നീട് അത് ആവറേജ് പോകുന്നുണ്ട്, പിന്നെ തിരിച്ചിറങ്ങും, വീണ്ടും കയറി അങ്ങനെ. പക്ഷേ മുകളിലോട്ട് കയറുന്നില്ല, ആവറേജ് വന്നിട്ട് തിരിച്ചിറങ്ങുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് തന്നത് ITI എന്ന് പറയുന്നൊരു ഷെയർ. ITI ലാസ്റ്റ് ടൈമിലാണ് തന്നത്. ലാസ്റ്റ് ടൈമിൽ നോക്കട്ടെ, ഓപ്പണിങ്ങിൽ ഫ്ലാറ്റ് ഓപ്പണിങ്, അതിനുശേഷം പ്രീവിയസ് ഡേ ഹൈ എന്ന് അടിക്കുന്നത് ഇങ്ങനെ ട്രേഡ്. ലാസ്റ്റ് ഒരു 2.25 ആയപ്പം കയറി വന്ന് പ്രീവിയസ് ഡേ ഹൈ അടിച്ചു. നമ്മൾ പ്രീവിയസ് ഡേ ഹൈ അടിച്ചാൽ നമ്മൾ വെയിറ്റ് ചെയ്യുക, തിരിച്ചെന്താ ചെയ്യണം, ഈ റേഞ്ച് കട്ടാണ്. പ്രീവിയസ് ഡേയുടെ ഹൈയുടെ താഴെ എൻട്രി വരുമ്പോൾ നമ്മൾ എൻട്രി എടുക്കും. ഇവിടെ 377 78 റേഞ്ച് എടുത്താൽ 84 മുകളിൽ 85 സ്റ്റോപ്പ് ലോസ് ഇടുക. അവിടുന്നത് 364 വരെ വന്നിട്ടുണ്ടായിരുന്നു. 378 64 14 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കൊച്ചിൻ ഷിപ്പ് യാർഡ്, കൊച്ചിൻ ഷിപ്പ് യാർഡ് ഞാൻ തന്നിരുന്ന ഷെയറല്ല, ഡ്രഡ്ജിങ് കോർപ്പറേഷൻ. ഡ്രഡ്ജിങ് കോർപ്പറേഷൻ ഓപ്പണിംഗ് ഡൗണിൽ വന്ന് അതിനുശേഷം പ്രീവിയസ് ഡേ ഹൈ ടച്ച് ചെയ്ത് ഇറങ്ങി. നമ്മളിവിടെ ഒരു എൻട്രി എടുത്താൽ 845 എടുത്താൽ 819 ഏകദേശം 25 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ആവറേജ് വന്ന് പിന്നെ ലാസ്റ്റിലത് ബ്രേക്കായി ഇവിടെ ബ്രേക്കായി, പെട്ടെന്ന് ബ്രേക്കായി തിരിച്ചന്നേരം തന്നെ ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ വീണ്ടും എൻട്രി എടുത്താൽ നമുക്ക്, പക്ഷേ ഹെവി മൂവ്മെൻ്റ് ഉണ്ട്, ഇത് പെട്ടെന്ന് എടുക്കുമ്പോൾ പെട്ടെന്ന് പോയി പെട്ടെന്ന് ഇറങ്ങുക. അപ്പോൾ ഇവിടെ എൻട്രി എടുക്കുന്നവരുണ്ട്, ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ റേഞ്ച് 54 എടുത്തിരുന്നെങ്കിൽ നമുക്ക് വീണ്ടും ഒരു 36 18 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. വീണ്ടും അത് തിരിച്ച് അതേ ഈ R1 അടിക്കുന്നു, വീണ്ടും തിരിച്ചിറങ്ങുന്നു. R1 54 താഴെ വരുമ്പോൾ വീണ്ടും എൻട്രി എടുത്താൽ വീണ്ടും 40 വരുന്നു. പിന്നെ ലാസ്റ്റിൽ അത് കയറി പോകുമായിരുന്നു. ഈ ഷെയർ നാളെ നല്ല രീതിയിൽ ചിലപ്പോൾ ഇറങ്ങാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ദിവസം ചാൻസ് എടുത്ത ഷെയറുകൾ. പിന്നെ MSTC എന്ന് പറഞ്ഞൊരു ഷെയർ, അതെല്ലാം ഹെവി മൂവ്മെൻ്റ് ആയിരുന്നു, പക്ഷേ എങ്കിൽ അതിനകത്ത് നല്ല ചാൻസ് വന്നിട്ടുണ്ട് ഷെയറുകൾ. നമ്മൾ നോക്കിയിരിക്കണം, ഈ ഷെയറിൻ്റെ ലെവലുകളും വെച്ച് നമ്മൾ നോക്കിയിരിക്കണം. ഇത് കണ്ടില്ലേ,
നേരെ R2 മുകളിൽ പോയി നമ്മൾ ഈ R2 താഴെ 975 താഴെ വരുമ്പോൾ എൻട്രി എടുത്താൽ 956 18 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ് കൊടുക്കുന്നു. പിന്നെ കറക്റ്റ് ഹൈ അടിക്കുന്നുണ്ട്, പക്ഷേ ഹൈയുടെ മുകളിലിട്ട് ഇടാന്നില്ല. വീണ്ടും തിരിച്ച് ഈ റേഞ്ച് വരുവാണെങ്കിൽ നമ്മളിവിടെ എൻട്രി എടുക്കും. പക്ഷേങ്കിൽ നമ്മൾ ഹൈയുടെ മുകളിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇടും. അത് ഹെവിയാണ്, 20 രൂപയ്ക്ക് അടുത്ത് വരുന്നുണ്ട്. പക്ഷേ അത് അടിക്കുന്നില്ല, തിരിച്ച് ലാസ്റ്റ് ടൈമിൽ ഇറങ്ങി വരുന്നുണ്ട്. പക്ഷേ ഇത്രയും നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു റേഞ്ച് എൻട്രി എടുത്തവർക്ക് വെയിറ്റ് ചെയ്താൽ കിട്ടും, ഇവിടെയും പ്രോഫിറ്റ് കിട്ടും. പക്ഷേ നമ്മൾ ആരും അത് ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളതായിരുന്നു ഇന്നത്തെ ട്രേഡിങ്ങിൽ ചാൻസ് തന്ന ഷെയറുകൾ. ഇനി നമുക്ക് നാളത്തെ ഷെയറുകൾ നോക്കാം. നാളെ ഈശ്വര ITDC ഇത് ആവറേജിന് താഴെയാണ്. നല്ല ആവറേജിനും ഒരു 2% താഴെയാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നാളെ ഒരു 600 റേഞ്ചിന് മുകളിൽ പോയിട്ട് ഈ 595 മുകളിൽ എവിടെ പോയിട്ട് 595 താഴെ ഇറങ്ങിയത് നമുക്ക് ചാൻസാണ്. അപ്പോൾ അവിടെ നമ്മൾ ചാൻസ് എടുക്കുക. ബാക്കിയുള്ള ഷെയറിനകത്തൊക്കെ ഈ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ വന്നതിന് ശേഷം തിരിച്ചിറങ്ങുകയോ അതല്ല എങ്കിൽ R1 R2 റേഞ്ച് ചെയ്യുന്ന താഴോട്ട് ഇറങ്ങുകയോ ചെയ്യുമ്പോൾ നമുക്ക് ചാൻസ് എടുക്കാം. ഷെയറിൻ്റെ മൂവ്മെൻറ്റ് കണ്ട് പഠിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഹെവി മൂവ്മെൻറ്റും പതുക്കെയുള്ള മൂവ്മെൻറ്റും ഒക്കെ കണ്ടു പഠിച്ചിട്ട് ആ മൂവ്മെൻറ്റിനെ അനുസരിച്ച് വേണം നമ്മൾ എൻട്രി ചെയ്യാൻ. ഹെവി മൂവ്മെൻറ്റ് നടക്കുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക. പെട്ടെന്ന് 3 രൂപ 4 രൂപ ജമ്പ് ചെയ്ത് കയറി ഇറങ്ങുകയും ചെയ്യുമ്പം കഴിവത് അതിൽ നിന്ന് വിട്ട് നിൽക്കുക. അത് എൻട്രി ചെയ്യുവാണെങ്കിൽ തന്നെ അതിൻ്റെ ആ മൂവ്മെൻറ്റിനെ അനുസരിച്ച് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളത്തേനുള്ള ഷെയറുകൾ. അപ്പോൾ നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.